വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം. പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ, മറ്റുൽപ്പന്നങ്ങൾ, ക്ലീനിംഗ് ഐറ്റംസ്, പണിയായുധങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ, ചെയറുകൾ, കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ. കാടുകൾ തെളിച്ചു നീളവിത്തെറിഞ്ഞവർ, മാടുകളായി പണിയെടുത്തു ചെളി പുരണ്ടവർ. ഉലകിൽ ഇന്നു നമ്മൾ ഇത്ര പിറകിലെങ്ങിനെ? ഉണരുക മനുജ, ഉണർന്നോർക്കുക മനുജ, ഉണരുക മനുജ, ഉണർന്നോർക്കുക മനുജ. ഖനികളിൽ കറുത്ത കല്ലുവാരി വന്നവർ, കരിപിടിച്ച ജീവിതം നയിച്ചു വന്നവർ. കറ്റ തല്ലി വിത്തുപാകി മുത്തു കൊയ്തവർ, മുത്തുകോരി ജന്മികൾ അറ നിറച്ചവർ. ഉലകിൽ ഇന്നു നമ്മൾ ഇത്ര പിറകിലെങ്ങിനെ? ഉണരുക മനുജ, ഉണർന്നോർക്കുക മനുജ, ഉണരുക മനുജ, ഉണർന്നോർക്കുക മനുജ. അയ്യോ, ആരോടെ കേട്ടത്തുള്ളിനി? ഒന്ന് ഓടിവാ. ആരോട് കേട്ടത്തുള്ളിനി? ഞാൻ ഒച്ച കെട്ടി പാഞ്ഞു വന്നു. എല്ലാരും ഒന്ന് ഓടിവാ. ആരോട് കേട്ടത്തുള്ളിനി? ഒന്ന് ഓടിവാ. അയ്യോ, ആരോ കേട്ടത്തുള്ളിനി? ഒന്ന് ഓടിവാ. ആരാത്? ആരാത്? ഉയ്യന്റെ മക്കളെ, ഇത് നമ്മളെ ഹരിദാസനല്ലേ? നമ്മളെ ഹരിദാസനാ, നമ്മളെ ഹരിദാസനാ കേട്ടത്തുള്ളിയെ. ഹരിദാസാ, എന്ത് പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം? നീ കയറി വാ ഹരിദാസാ. ഹരിദാസാ, നീ കയറി വാ ഹരിദാസാ. എടോ ഹരിദാസ, ഇതിന് മാത്രം എന്താ ഇവിടെ പ്രശ്നം? ഇനി മരിച്ച എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇനി ആലോചിച്ച് നോക്കിനാ? എല്ലാം മനെ, ഇന്റെ പോരയിൽ ഒരു കെറുപ്പക്കാരത്തിയുള്ള എനിക്ക് ഓർമ്മയില്ലേനാ. ഞാൻ എന്ത് പണിയാ കാണിച്ചേ? കാര്യവാ ഹരിദാസാ, കാര്യവാ മോനെ. ഹരിദാസ, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല മോനെ. എത്ര ജന്മം കഴിഞ്ഞിട്ടാ ഒരു മനുഷ്യ ജന്മം ലഭിക്കുന്നതെന്നൊക്കെ ചെറിയ ക്ലാസ്സിലെ നിന്നെ പഠിപ്പിച്ചത് മറന്നുപോയോ? ദൈവം തന്ന ജീവിതം അവസാനിപ്പിക്കാൻ ആർക്കും അവകാശമില്ല മോനെ. അതുകൊണ്ട് ഹരിദാസ, കയറി വാ. നിന്നെ പഠിപ്പിച്ച ടീച്ചറാ പറയുന്നത്. കയറി വാ ഹരിദാസ. നിങ്ങൾ പഠിപ്പിച്ചതെല്ലാം തെറ്റായിരുന്നു ടീച്ചറെ. നിങ്ങൾ പഠിപ്പിച്ച കണക്ക് ജീവിതത്തിൽ കൂട്ടിയിട്ട് ശരിയാവുന്നില്ല. ഞാൻ തോറ്റുപോയി ടീച്ചറെ. അതുകൊണ്ട് എന്നെ മരിക്കാൻ വിട്ടേക്ക്. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ട. എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ഫയർഫോഴ്സിനെ വിളിക്കണോ? ഒന്ന് വിളിക്കണോ? ഈ കിണറ്റിൽ ഏത് ഫയർഫോഴ്സ് ഇറങ്ങാനാ? ഇത്രയും വലിയ കിണറ് നമ്മളെ നാട്ടിലുണ്ടോ? എന്റെ മക്കളെ, എത്ര നേരായി പാർവത്തിന്റെ കൊമ്പും പിടിച്ച് നിക്കുക. കൈ കാടിയൂലേ ഓന്? നല്ല ബെസയുള്ള പാമ്പുള്ള കിണറാ. മര്യാദക്ക് ഇനി കാര്യം വരുന്നോ പഹയ? കുറെ നേരായിഞ്ഞോട് പറയുന്നു. പുറത്തുള്ള മനുഷ്യന്മാരെക്കാൾ വിഷമുള്ള ഒരു പാമ്പും ഈ കിണറ്റിലില്ല. അതുകൊണ്ട് മൊയ്തോപ്പളെ, ബാങ്കിന്റെ നേരായി നിങ്ങൾ പോയി. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാ. ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ? നിങ്ങളാണോ? ഉത്തരവാദി? നിങ്ങളാണോ?
അല്ല എനക്കൊന്നും തിരിഞ്ഞിക്കില്ലേ? ഓനെന്തിനാ കയറ്റി തുള്ളിയേ? ഈനെന്താ ഒരു ഏതു? ആരാ ഇതിന്റെ ഉത്തരവാദി? എന്തിനാന്നല്ല ആർക്കറിയാം. മിണ്ടുന്നില്ല ആരും. അല്ല ടീച്ചറെ, ഏത് കണക്കാ ഹരിദാസിന് കൂട്ടിയിട്ട് കിട്ടാത്ത? നിങ്ങൾ എന്താ ഒന്നും പറയാത്ത? ആരെ കണക്കാ ഭാസ്കര ഇപ്പൊ ശരിയാവുന്നത്? 10 മാസമായി തീയെ കുടിശ്ശിക ഞങ്ങൾക്ക് ബാക്കിയാ. പോരാത്തതിന് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചും പെട്രോൾ വില കൂട്ടിയും പിന്നെയും എല്ലാ കണക്കുകളും തെറ്റിക്കുകയല്ലേ സർക്കാർ. നിങ്ങളറിയോ, നമ്മുടെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി ഇനി എത്ര കാലാന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നാട്ടുകാരോട് വായ്പ വാങ്ങിയിട്ട് ഉച്ചക്കഞ്ഞിക്കുള്ള വകയുണ്ടാക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവ്. കുട്ടികളെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, ഇനി ഇരക്കാനും പഠിക്കണം ഞങ്ങൾ. എന്നിട്ടും ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നില്ലേ? നിന്നെപ്പോലെ കിണറ്റ് ചാടുകയാണോ? കയറി വാ ഹരിദാസ, കയറി വാ നെയ്യ്. മോനെ ഹരിദാസ, ഇനി അറിയോ, 6 മാസമായി എനിക്ക് പെൻഷൻ കിട്ടിയിട്ട്. 3000 ഉറുപ്യ വേണം എനിക്കൊരു മാസത്തെ ഗുളികക്ക്. ഇതിന് മാണ്ടിയിട്ട് 5 മാസമായി സഹകരണ ബാങ്കിന്റെ പടികാരി ഇറങ്ങുവാൻ തുടങ്ങിയിട്ട്. ഓല് പറയുന്നു സർക്കാർ തരാണ്ട് ഞാൾ ഏടുന്ന് തരുവാനാന്ന്. മരിക്കുന്നതിലടക്ക് തീർത്തൊന്ന് കിട്ടിയാ മതിയേന്. നോക്കിക്ക, ഞാൻ മരിച്ച നിങ്ങളെല്ലാം എന്റെ അവിടെ വരൂലേ? അന്നേരം എന്റെ കണ്ണ് അടഞ്ഞിക്കില്ലെങ്കിൽ നിങ്ങൾ കണക്കാക്കിക്കോ. എനിക്ക് പെൻഷൻ കിട്ടാത്തോണ്ടാന്ന്. എന്നാലും എന്റെ കുഞ്ഞു ഹരിദാസ മോനെ, ഇനി ഇപ്പണി എടുക്കണേനാ. നീ കാരി വാ മോനെ, വാ. നമ്മളെ നേതാവ് വരുന്നുണ്ടേ. നേതാവല്ലേ വരുന്നത്? നേതാവിനോട് പറഞ്ഞോ. നേതാവ് വരുന്നുണ്ട്. സഖാവേ, നമ്മളെ ഹരിദാസനാ. ഹരിദാസ, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധി ആദ്യമായിട്ടൊന്നുമല്ല ഉണ്ടാകുന്നത്. നാം ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരു ലോകം പുലർന്നു കാണുക തന്നെ ചെയ്യും. അതിന് വസ്തുനിഷ്ഠ സാഹചര്യവും ആത്മനിഷ്ഠ സാഹചര്യവും ഒത്തുവരണം. എങ്കിലേ വിപ്ലവത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം രൂപപ്പെടൂ. അതുവരെ ഭരണകൂടങ്ങൾ ഭൂഷ്വാസിയുടേതാണ്. നമ്മൾ സഖാക്കൾ അവരുടെ പ്രചരണ തന്ത്രങ്ങളിൽ വീണുപോകരുത്. സത്യത്തിൽ നാടിന്റെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ പഠിക്കണം. കിണറ്റിൽ ചാടുന്നതിന് മുമ്പുള്ള ഹരിദാസനല്ല കിണറ്റിൽ ചാടിയ ഹരിദാസൻ. ഈ 2 വൈരുദ്ധ്യങ്ങളെ കാണാതെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? എന്നിട്ടെന്താ ചിരിക്കാത്തത്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് പഠിക്കണം, ആഴത്തിൽ പഠിക്കണം, വളരെ ആഴത്തിൽ പഠിക്കണം. വളരെ ആഴത്തിൽ പഠിക്കണം. എങ്കിലേ മനസ്സിലാവും. എന്താണ് നമുക്ക് മനസ്സിലാവാത്തത്? ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാവാത്തത്? കണ്ണിലെ കൃഷ്ണപണി പോലെ നാം കാത്തു സൂക്ഷിച്ച പാർട്ടി കോർപ്പറേറ്റുകളുടെ പണയപ്പണ്ടമായത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ മയക്കുമരുന്ന് കേസിലെ പ്രതിയായും കരിമണൽ കർത്തയിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നവരുമായത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഉച്ചക്കഞ്ഞിക്ക് പണം തരാനില്ലാത്തവർ കോടികൾ മുടക്കി ഹെലികോപ്റ്ററിൽ പറക്കുന്നതിന്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
മഴ കാത്തുകിടക്കുന്ന വേഴാമ്പലിനെ പോലെ ക്ഷേമ പെൻഷൻ കനിയാൻ ഇനി ഏത് തമ്പ്രാന്റെ കാലിൽ വീഴണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓരോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴും പ്രതീക്ഷയുടെ അവസാന കനൽ മണഞ്ഞു പോകുമ്പോൾ സ്വന്തക്കാരെയും ബന്ധുക്കളെയും പിൻവാതിലൂടെ തിരികെ കയറ്റുന്ന കൺകെട്ടി വിദ്യകൾ ഏത് പാർട്ടി സിലബസിലാണുള്ളതെന്ന് എത്ര പഠിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കടം വാങ്ങി കൃഷി ഇറക്കിയ കർഷകന്റെ വിളകൾക്ക് വില നൽകാതെ വിഷം കഴിച്ചു മരിച്ചു തീരുന്ന നിസ്സഹായതയ്ക്ക് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എത്ര പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മതി, കേട്ട് കേട്ട് കാതടഞ്ഞു. അനീതിയുടെ കരിമ്പുക വ്യാപിക്കുന്നു. എന്റെ പ്രതീക്ഷയുടെ അവസാന പകലും അണഞ്ഞുപോയി. ഇരുട്ട്, ഇരുട്ട് മാത്രം. ഇവിടെ എന്ത് സുഖമാണെന്നോ. ഇരുട്ട് സുഖമാണോ? ഇരുട്ട് സുഖമാണോ? നിങ്ങളോടാണ്. ഇരുട്ട് സുഖമാണോ? പറയൂ. പറയൂ. ഇരുട്ട് സുഖമാണോ? ഇരുട്ട് സുഖമാണോ? അല്ല, നിയോഗങ്ങളുടെ നെറ്റിപ്പട്ടത്തിന് പിന്നിൽ സ്വയം എടുത്തണിഞ്ഞ ഇരുട്ടുമായി എത്ര കാലം അടിമയായി ജീവിക്കും? ഹരിദാസ, നാം ഒരു തോറ്റ ജനതയല്ല. കെട്ട നീതിയുടെ കാവൽപ്പുരക്ക് തീ കൊടുക്കണം. എഴുന്നേൽക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു രക്ഷകൻ അവതരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ പ്രജകളെ കാണാൻ വിജയരഥത്തിൽ എഴുന്നള്ളുന്നുണ്ട്. അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ എല്ലാവരും ദൂരെ ദൂരെ മാറി നിന്ന് തിരുവടികളെ ദർശിക്കേണ്ടതാണ്. അതോടെ എല്ലാം ശരിയാകും. അല്ലെങ്കിൽ ശരിയാക്കും. മഹാരാജാവിന്റെ എഴുന്നള്ളത്തോടനുബന്ധിച്ച് പ്രജകൾ പാലിക്കേണ്ട പൊതുചട്ടങ്ങൾ എന്തെന്നാൽ, രാജാവ് നടന്നു പോകുന്ന വഴികളിൽ എവിടെയും കറുത്ത തുണികൾ, കറുത്ത കുപ്പായം എന്നിവ ധരിക്കാൻ പാടില്ല. കറുത്ത കണ്ണട, കറുത്ത കുട, എന്തിന് അന്നേ ദിവസം കറുത്ത കാക്കകൾ പോലും പറക്കാൻ പാടില്ല. നിയമലംഘനത്തിന് കനത്ത ശിക്ഷ നൽകേണ്ടി വരും. വേണ്ടി വന്നാൽ ഇവരുടെ മേൽ പൂച്ചട്ടി, ഹെൽമറ്റ് തുടങ്ങിയവ കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതായിരിക്കും. ഇത് രാജശാസന. മഹാരാജാവ് എഴുന്നള്ളുന്നേ.
നിങ്ങൾ ഓരോരുത്തരായി അച്ചടക്കത്തോടെ വളരെ വിനയത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദരണീയനായ തിരുമനസ് മുമ്പാകെ ഓരോരുത്തരായി ഉര ചെയ്താലും. പ്രഭു, രാവിലെ മുതൽ ഞാൻ സിവിൽ സപ്ലൈസിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. ഒരു സാധനത്തിനും വില കയറില്ല എന്നാണല്ലോ അങ്ങ് ഭരണത്തിൽ വരുമ്പോൾ പറഞ്ഞത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സാധനം ഒന്നും ഇല്ല എന്ന ബോർഡ് മാത്രമേ അവിടെ കാണാനുള്ളൂ. ഞങ്ങൾ എന്താ പറഞ്ഞത്? വില കൂടില്ല എന്നാണ്. സാധനമേ ഇല്ലെങ്കിൽ വിലയൊരു പ്രശ്നമല്ലല്ലോ. മഹാരാജൻ, പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയ വിദ്യാർത്ഥിയാണ് ഞാൻ. ഞങ്ങളുടെ ഉപരിപഠനം മുടങ്ങിയിരിക്കുകയാണ്. 1.5 കൊല്ലമായി ഗ്രാൻഡ് കിട്ടിയിട്ട്. അമ്മ തൊഴിലുറപ്പിന് പോകുന്നത് കൊണ്ടാണ് പുര കഴിയുന്നത്. അങ്ങ് കനിയണം. അച്ഛനെന്താ ജോലി? തെങ്ങ് കയറ്റാന്നേ. എങ്കിൽ ഉന്നതമായ തെങ്ങിൽ താനും കയറിക്കൊള്ളൂ. KSRTC ജീവനക്കാരനാണേ. എന്താ KSRTC-ക്കാരാ? ആരും പോവാത്ത കുന്നും മലയും കയറി നാട്ടിലെ സാധാരണക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഞങ്ങളുടെ വീട് പട്ടിണിയിലാണ്. ശമ്പളം കിട്ടിയിട്ട് 6 മാസായി. നടക്കുന്ന കാര്യം വല്ലതും പറടോ. അടുത്തത് ആരാ? 40 കൊല്ലം നായി നയിക്കും പോലെ നയിച്ചിട്ട് പിരിയുമ്പം കിട്ടിയ പൈസ നമ്മളെ പാർട്ടീനെ വിശ്വസിച്ചിട്ട് പാർട്ടീന്റെ ബാങ്ക് കൊണ്ടിട്ടതാ. എന്റെ മോന് ക്യാൻസർ വന്നിട്ട് 100 ബാങ്കിന്റെ പടി കാരി കിഴിഞ്ഞിട്ടു. എന്റെ പൈസ കിട്ടുന്നില്ല. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. എന്തെങ്കിലും ഒരു ബൈ കാണിച്ചു തരാ. കാല് വേണമെങ്കിൽ ഇഞ്ഞി പിടിച്ചോ. പൈസ 1 ഉറുപ്പ്യ കിട്ടൂല. അയ്യോ പാവം. അയ്യോ, പൈസ ഉള്ളോണ്ടല്ലേ ഇട്ടേ. ഇല്ലാത്തവൻ ഇടുവാൻ നിക്കോ. നിങ്ങൾ അവസരത്തിനല്ല ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസക്കാ ചോദിക്കുന്നേ. അത് ശരി. ദമ്മ കളിച്ച് കളിച്ച് പാർട്ടീനെ കൊള്ളയാ. ഇനോവ വിടണോ? വേണ്ടി വരൂ. മതി 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 മതി. ചോദ്യങ്ങളെല്ലാം മതി. വിട്ടോ. രാജാവിന് അമൃതത്തിനുള്ള സമയമായി. ചോദ്യങ്ങൾ തീർന്നില്ല രാജാവേ. ആയ കാലത്ത് നല്ലോണം അധ്വാനിച്ചതാ. പെൻഷൻ തന്നിട്ടാ പോണ്ടു. ഉച്ചക്കഞ്ഞിയുടെ പണം തരണം. ഇനിയും പിച്ച തണ്ടാനാവില്ല. പിന്നോക്കക്കാരുടെ ഫണ്ട് വകമാറ്റി ഇങ്ങനെ ദൂർത്തടിക്കാൻ പറ്റില്ല. പെൻഷൻ എവിടെ? ഫണ്ട് എവിടെ? ഗ്രാൻഡ് എവിടെ? എന്റെ ശമ്പളം എവിടെ? എല്ലില്ല കാശ് എവിടെ? അരി എവിടെ? പെൻഷൻ എവിടെ? ഗ്രാൻഡ് എവിടെ? ഗ്രാൻഡ് എവിടെ? എല്ലാവരെയും എല്ലാ കാലവും കബളിപ്പിക്കാനാവില്ല. നാവു വിലക്കെടുക്കപ്പെട്ട സ്തുതിപാഠക സംഘം എത്ര വാഴ്ത്തുപാട്ടുകൾ പാടിയാലും ജനത ഒരു നാൾ സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യും. അധികാര രാഷ്ട്രീയം കണ്ണടച്ചാൽ പോർനിലങ്ങളിൽ ഇരുട്ടല്ല. സ്വർണക്കടത്തുകാർക്കും കരിമണൽ ലോബിക്കും കോർപ്പറേറ്റ് മൂലധന ക്രൂരതകൾക്കും ചെങ്കൊടിയുടെ വിശുദ്ധി പണയം വെച്ച നവനാടുവാഴികളെ ജനത സമരവീര്യത്താലും വിവേകത്താലും ചോദ്യം ചെയ്യുന്ന നാളുകൾ സമാഗതമായി. ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് പാചകം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ മാത്രമാണ്. കാരണം ഇതുപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമായ വേറൊരു ഓയിലും ഇല്ല. എന്നാൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ്. അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് മയൂരം വെളിച്ചെണ്ണയാണ്. മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ്. കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം.